കോഴിക്കോട് ജില്ലയിലെ ചങ്കരോത്ത് പഞ്ചായത്തിൽ നടന്ന ശുദ്ധികലശ വിവാദവുമായി ബന്ധപ്പെട്ട് UDF പ്രവർത്തകനും ട്രേഡ് യൂണിയൻ നേതാവുമായ ചന്ദ്രൻ കരൂർ സംസാരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ കുറെ കോലാഹലങ്ങൾ ഉണ്ടായി. അതില് ഒന്ന് അയ്യപ്പസ്വാമിയുടെ ഗാനവുമായി പാരഡി ഗാനവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്നാണ് ചില പഞ്ചായത്തുകളിൽ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ദലിത് സമൂഹത്തിൽ നിന്നുള്ള ആളായിരുന്നു. അത്തരം പഞ്ചായത്തുകളിൽ ശുദ്ധികലശം നടത്തി പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം നടക്കുന്നുണ്ട്. അതിലൊന്ന് പാലക്കാട് ജില്ലയിലെ പഞ്ചായത്തില്, മറ്റൊന്ന് ചങ്കരോത്ത് പഞ്ചായത്ത്, താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ചങ്കരോത്ത് പഞ്ചായത്ത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടന്നത് അതിനെ കുറിച്ച് താങ്കൾക്ക് നല്ല ധാരണ ഉണ്ടാവും, കാരണം താങ്കൾ ഇലക്ഷൻ പ്രക്രിയയിലൊക്കെ സജീവമായി പങ്കെടുത്ത ആളാണ്. അതെ. അപ്പൊ ഈ ചങ്ങരോത്ത് പഞ്ചായത്തിലെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങൾക്കും യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാല് ചങ്ങരോത്ത് പഞ്ചായത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു അട്ടിമറി വിജയമാണ് അവിടെ നേടിയത്. അപ്പൊ 20 സീറ്റിൽ 19 സീറ്റും നേടിയപ്പോ ആ പ്രദേശത്തുള്ള ആളുകൾ, ആ വാർഡിൽ ഉൾപ്പെടുന്ന കുറെ, അതായത് പാർട്ടിയുടെ വലിയ ഉത്തരവാദിത്തമൊന്നും ഇല്ലാത്ത കുറെ കുട്ടികൾ നടത്തിയ ഒരു ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അവിടെ പഞ്ചായത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയോ പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിൽ പ്രവേശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്തിന്റെ ഗേറ്റ് പൂട്ടിയപ്പോൾ ഗേറ്റിന്റെ പുറത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ആ ഭരണസമിതി ഉണ്ടല്ലോ, ആ ഭരണസമിതി മൊത്തം തോറ്റപ്പോ അവരെ മൊത്തം അടിച്ചു പുറത്താക്കി എന്നുള്ളതിന്റെ പ്രതീകമായി കുറച്ച് കുട്ടികൾ അവിടെ കുറച്ച് പച്ചവെള്ളം കുറഞ്ഞതാണ് ഈ സംഭവം. അല്ലാതെ ചാണകവെള്ളം ഒന്നല്ല. നമ്മുടെ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. കാരണം ചാണകം കലക്കിയ ഒരു വെള്ളമാണെങ്കിൽ അതിനൊരു പ്രത്യേക കറുപ്പ് കളർ ഉണ്ടാവും. ഇത് ശുദ്ധമായ പച്ചവെള്ളമാണ് ഇത് അവിടെ കുറഞ്ഞത്. അതാണ് അവിടെ ഉണ്ടായത്. അത് ശരിക്കും പറഞ്ഞാൽ പുതിയ ഭരണസമിതിയിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ നിർദ്ദേശിച്ചതോ അവര് മുന്നോട്ട് വെച്ച ആശയമോ അല്ല. അങ്ങനെയല്ല അവിടെ നടന്നത്. പക്ഷെ ഈ സംഭവം ഉണ്ടായി പുറത്തറിഞ്ഞ സമയത്ത് തന്നെ ആ പഞ്ചായത്തിന്റെ UDF ചെയർമാനായിരുന്ന കോത്തമ്പ്ര മൂസ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം ചില ഗ്രൂപ്പുകളിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും അദ്ദേഹം പരസ്യമായിട്ട് അതിന് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചു ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് ആ ഒരു രീതിയിൽ CPM ഉൾക്കൊള്ളാൻ തയ്യാറായി. അവരിതൊരു വിഷയമാക്കി എടുക്കുകയും ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട സൃഷ്ടിക്കുകയും ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി വ്യാപകമായി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്തത്. സത്യത്തില് ഈ ദളിതനാണ് ഉണ്ണി എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ 5 വർഷം മുമ്പ് ഒരു പക്ഷേ അവിടെ പഞ്ചായത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ റിക്കാർഡിക്കലായിട്ട് ചിലപ്പം പൂരിപ്പിച്ചു കൊടുത്തിരിക്കാം. ആ രീതിയിൽ അവിടെയുള്ള ആളുകൾ ആരെയും ഉണ്ണിയെ കണ്ടിട്ടില്ല. ഈ 5 വർഷവും ചങ്ങരോത്ത് പഞ്ചായത്തിൽ നടന്ന എന്ത് പരിപാടിയായാലും ശരി, കുടുംബത്തിന്റെ അകത്ത് നടന്ന പരിപാടിയായാലും ശരി, പൊതുപരിപാടിയായാലും ശരി, സാമൂഹ്യമായ പരിപാടിയായാലും ശരി, ഇപ്പൊ വീടുകളിലൊക്കെ നടക്കുന്ന കല്യാണമായാലും ശരി, ഗൃഹപ്രവേശമായാലും ഒക്കെ ശരി, ഉണ്ണി പങ്കെടുക്കാത്ത ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അപ്പൊ ഒരു തരത്തിലും ഉണ്ണിയെ അങ്ങനെ ഒരാളും കണ്ടിട്ടില്ല. ഞങ്ങൾക്കറിയാവുന്ന ഉണ്ണി എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകനായ ഉണ്ണി, സഖാവ് ഉണ്ണി, CPM പ്രവർത്തകനായ ഉണ്ണി, ആ ഉണ്ണിയെ ഞങ്ങൾക്ക് അറിയൂ. അല്ലാതെ ഇത്തരത്തിലൊരു ഉണ്ണിയെ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു. പക്ഷെ CPM മനസ്സിൽ അത്തരത്തിലൊരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് ആ രീതിയിൽ അയാളെ വ്യാഖ്യാനിച്ചത്. അത് തെറ്റാണ് ഞങ്ങൾ പറയുന്നത്. കാരണം CPM കാരനായി കഴിഞ്ഞാൽ അവന് ജാതിയില്ല. അവനെ പിന്നെ സഖാവ് ഉണ്ണി എന്നാ പറയേണ്ടത്. അല്ലാതെ ദളിതൻ ഉണ്ണി എന്ന് CPM പറയാൻ പാടില്ല എന്നാണ് നമ്മളെ അഭിപ്രായം. ഈ വിശേഷ ദിവസങ്ങളിൽ അല്ലെ പുണ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഇതുപോലെ പുണ്യാഹ അല്ലെങ്കിൽ ശുദ്ധികലശം നടത്തുന്ന ഒരു രീതി നമ്മുടെ ഈ നാട്ടിലുണ്ടോ? ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ നമ്മളെ വീടുകളിൽ, ഹൈന്ദവ വീടുകളിലൊക്കെ എന്ന് വെച്ചാൽ കൃത്യമായി രാവിലെയും വൈകുന്നേരവും മുറ്റമടിക്കും. മുറ്റമടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ എന്ന് വെച്ചാൽ ചാണകം കലക്കി വെള്ളം കുടയും. അവിടെ ഐശ്വര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം ആ വീട്ടിലുള്ള ഗ്രഹനാഥന്മാർ, അവിടെയുള്ള ആളുകളൊക്കെ ദളിതൻ എന്നാണോ? അല്ലാലോ. രണ്ടാമത് ഈ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആരാധന നടത്തുന്ന, അവരുടെ നേതൃത്വത്തിൽ നടത്തിപ്പോരുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് ചോദിച്ചാൽ കൃത്യമായി മുറ്റമടിച്ച് ചാണകം കുടയാറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ, ഉത്സവ ദിവസങ്ങളിൽ ചാണകം മെഴുകാറുണ്ട്. അതിന് ദളിതനെന്നോ ഹൈന്ദവനെന്നോ സവർണനെന്നോ അവർണനെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു കാർഷിക മേഖലയായ പേരാമ്പ്രയില് നെല്ല് കൊയ്ത് കഴിഞ്ഞാല് ആ കറ്റ കൂട്ടിയിടുന്നതിനുണ്ട്. നെൽക്കതിലുള്ള കറ്റ കെട്ടി കൂട്ടി വെക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ കളം എന്നാ പറയും. ആ കളം നിർബന്ധമായും ചാണകം കൊണ്ട് തളിച്ചിരിക്കണം. എങ്കിലാണ് അവിടെ എന്ത് ചെയ്യാനാവും, ആദ്യത്തെ കറ്റ വെക്കാൻ പറ്റൂ.
മനസ്സിലായില്ലേ? അപ്പൊ അതൊരു പുണ്യ, അതായത് ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നത്. ആക്ഷേപമല്ല. അല്ലല്ല, അങ്ങനെ ഒരു സംഭവം ചാണകത്തിനില്ല. ചാണകം കൊണ്ട് ആക്ഷേപിച്ചെന്ന് ആരും പറയട്ടെ. ഇനി അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ അകത്ത് പ്രവേശിച്ചിട്ട് ഉണ്ണി ഇരുന്ന കസേരന്റെ മുകളിലേക്ക് ചാണകം കലക്കി വെച്ചതാണെങ്കിൽ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. ഇത് അങ്ങനെയില്ല. ഞാൻ പറഞ്ഞാൽ 20 സീറ്റിൽ 19 കിട്ടിയപ്പോ അതിന്റെ ആവേശത്തില് പാർട്ടി നേതൃത്വം അറിയാതെ ചില പ്രവർത്തകർ ചെയ്ത് ഒരു ആവേശകരമായ പ്രവൃത്തിയാണ് അവിടെ സംഭവിച്ചത്. അതല്ലാതെ അതിലപ്പുറത്തൊന്നും ചങ്ങരോത്ത് പഞ്ചായത്ത് സംഭവിച്ചിട്ടില്ല. സമയത്ത് സജീവമാകുന്ന കുറെ പ്രവർത്തകരുണ്ടാവും. ഇത് എല്ലാ പാർട്ടികളിലും ഉണ്ടാവും. അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതെ. അവർ ആ സമയത്ത് അവർക്ക് തോന്നിയൊക്കെ ചെയ്യും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൂടിയല്ല ഇവിടെ സംഭവിച്ചത്. അതായത് നേതാക്കന്മാര് അറിഞ്ഞുകൊള്ളത് തന്നെ ഇല്ല, മനസ്സിലാക്കിയിട്ട് തന്നെ ഉണ്ടാവില്ല. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടി നിയന്ത്രണത്തിലാണ് അണികളും പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഫലപ്രഖ്യാപന ദിവസം പല മുക്കിലും മൂലയിലും ഇപ്പൊ സമൂഹ മാധ്യമം കയ്യിലുണ്ടല്ലോ, കടകളിലും തെരുവിലൊക്കെ ഇരുന്ന ആളുകൾ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കും. അപ്പൊ ഈ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു വിജയം വന്നപ്പോ പ്രവർത്തകരോ ആരൊക്കെയോ ചേർന്ന ആവേശത്തോടു കൂടി നടത്തിയ ഒരു പ്രവൃത്തിയാണിത്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അതിനകത്ത് പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും ഒരാളുകൾ അവിടെ ഉണ്ടോ? ഇല്ല. രണ്ടാമത് CPM പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ പ്രക്രിയക്കകത്ത് ലീഗാണ് ഉള്ളതെന്നാ. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇതൊരു UDF-ന്റെ ടീം വർക്കാണ് അവിടെ. ഇവിടെ ലീഗെന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല. ലീഗും കോൺഗ്രസും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. മനസ്സിലായില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് ഇല്ലെങ്കിൽ ലീഗ് ഇല്ല എന്നുള്ള മനസ്സിലാക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാക്കി ഒരു സമുദായത്തെയോ അവരെ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിയെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ഹീനമായ പ്രവൃത്തിയാണ് അവിടെ നടന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത് രണ്ടാമത് ഇനിയിപ്പോ ലീഗിനെ പറ്റി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ സാമൂഹ്യപരമായ അവസ്ഥ പരിശോധിച്ചാൽ ഈ ജാതി വ്യവസ്ഥയും അയിത്തും ഒക്കെ കൊടികുത്തി വാഴുന്ന കാലത്ത്, മനസ്സിലായില്ലേ, ഏറ്റവും താഴ്ന്ന കടയിലുള്ള ആളുകളെ അവരുടെ വീടിന്റെ വരാന്തകളിൽ കയറ്റിയിരുത്തി അവർക്ക് വസ്ത്രം നൽകി ഭക്ഷണം നൽകി അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച ഒരു പാരമ്പര്യമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ലീഗിനുമുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെയാണ് ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അപ്പോ എന്നിച്ചിട്ട് അതോടൊപ്പം തന്നെ അത് മാത്രമല്ല, ഈ മുസ്ലിം സമുദായം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ താഴ്ന്ന ജാതിയിലുള്ള ആളുകളെയും ദളിതന്മാരെയും ഒക്കെ സാമൂഹ്യമായും സാമ്പത്തികമായും ഉന്നമതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വലിയ പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാല് ആരും അവരെ അകറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ, ആരും അടുപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇവർ ഇത്തരം ആളുകളെ അവരുടെ വീടുകളിലേക്ക് ജോലിക്ക് വെക്കുക. ജോലിക്ക് വെച്ച് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് നല്ല വസ്ത്രം കൊടുത്ത് കൈനിറയെ പണം കൊടുത്ത് ഒപ്പമിരുത്തി ഭക്ഷണം കഴിച്ച് അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? കേരള നവോത്ഥാനത്തിൽ വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതോടുകൂടി 51% സംവരണം സ്ത്രീകൾക്ക് നിർബന്ധമായും വെച്ചല്ലോ. അപ്പൊ 51% സ്ത്രീകൾ തന്നെ വേണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗിന്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സജീവമായതോടുകൂടി അവരും പൊതുസമൂഹത്തിന്റെ ഭാഗമായി പൊതുരംഗത്തേക്ക് ഇറങ്ങുകയും പ്രകടനങ്ങളിൽ പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനസാന്നിധ്യം ലീഗിന്റെ ഭാഗത്തൊരു കെട്ടിക്കാഴ്ച ഉണ്ടായി. അപ്പൊ ഇതുവരെ ഇവരെ കാണാതിരുന്ന ആളുകൾ ഈ കെട്ടിക്കാഴ്ച കണ്ടിട്ടുണ്ടായ അവർക്കുണ്ടായ ഒരു വെപ്രാളത്തിൽ നിന്നും ഉണ്ടായതാണ് ഈ അപഖ്യാതി. പൊതുസമൂഹത്തിന്റെ ജനങ്ങളിടയിൽ നിന്ന് മറന്നുപോയ ജാതി വ്യവസ്ഥയെ വീണ്ടും CPM തന്നെ പുറത്തെടുത്തിട്ട് അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചങ്ങരോത്ത് പഞ്ചായത്തിലുണ്ടായി. ഈ രാജ്യം അപകടകരമായ രീതിയിലേക്ക് നീങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പ്രസ്ഥാനം അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിനോ അല്ലെങ്കിൽ നാളെ 10 വോട്ട് കിട്ടുന്നതിനോ വേണ്ടി ജാതി പറയുന്നു. അല്ല, അതുപോലെ തന്നെ ഇത് കേന്ദ്രം നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം അല്ലല്ല. ഓരോ പ്രദേശത്തും അവിടെ കൂടുന്ന ഇലക്ഷൻ സമയത്ത് കൂടുന്ന ആളുകൾ ചെയ്യുന്ന പണികളാണ്. അതാത് പഞ്ചായത്തിലെ ഭരണകൂടത്തോടുള്ള വികാരം അതാത് പഞ്ചായത്തിലെ പ്രകടിപ്പിക്കാനാവും. ഇത് താങ്കൾ ഇവര് പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് വന്ന ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടോ ആണ് അങ്ങനെ ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണ് എല്ലാ പഞ്ചായത്തിലും ദളിതന്മാരിക്കുന്ന എല്ലാ പഞ്ചായത്തിലും ചെയ്യല്ലോ. തൊട്ടടുത്ത പഞ്ചായത്ത് ചെറുവണ്ണൂർ പഞ്ചായത്ത് ഇന്നലെ വരെ ഒരു ദളിതനാണ് അവിടെ ഭരിച്ചത്. അവിടെ ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ആളുകൾക്ക് ആ പഞ്ചായത്തിലുള്ള ഭരണസമിതിയോട് പ്രത്യേകിച്ച് എന്തില്ല, അങ്ങനത്തെ ഒരു വികാരമില്ല, പ്രതിഷേധിക്കേണ്ട വികാരം ഉണ്ടായില്ല. ഒരു ആസൂത്രണം ഇല്ലാതെ സംഭവിച്ചതാണെന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഈ ഭരണത്തിന്റെ അകത്തുള്ള ആളുകളിൽ നിന്നും ആ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്ന വിദ്വേഷത്തിന്റെ അനുഭവത്തിന്റെ ഭാഗത്തിൽ രൂപപ്പെട്ട ഒരു വിദ്വേഷം അതവർ മനസ്സിൽ വെച്ച് നടന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ വ്യക്തമായ രീതിയിൽ പകരം വീട്ടി. അവർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചു. LDF സ്ഥാനാർത്ഥികൾ തോറ്റപ്പോ ആ സമയത്ത് അവരെ മനസ്സിൽ അടക്കി വെച്ച ഒരു വികാരത്തിന്റെ ഒരു പ്രതികാരം തീർക്കലാണ് അവിടെ നടത്തിയത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഭാഗത്തുനിന്ന്.
ഏതായാലും ഒരു ഖേദകരമായ സംഭവമാണ് നടന്നത്. ഇത് സമൂഹത്തിൽ വലിയ അന്തഛിദ്രതയും വിള്ളലും സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഒരിക്കലും ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ നേതാക്കന്മാരിൽ നിന്നോ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു അല്ലേ? അതെ അതെ അതെ. ഈ പരാജയപ്പെട്ടതിലുള്ള ഒരു ജാള്യത മറയ്ക്കാനുള്ള ഒരു ശ്രമം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും UDF ലഭിച്ചിരിക്കുന്ന ആ വലിയ വിജയത്തിന്റെ ആഹ്ലാദം, അതിന്റെ മുന ഒന്ന് ഒടുക്കിയ, ജനമനസ്സുകളിൽ നിന്ന് ചർച്ച മാറ്റുക. ആ ചർച്ച മാറ്റുന്നതിന് വേണ്ടി വളരെ ബുദ്ധിപരമായും തന്ത്രപരമായും മൂന്നാമത്തെ ദിവസം ആലോചിച്ചെടുത്ത ഒരു അഭിപ്രായമാണ്, ഒരു ആരോപണമാണ് ഇവിടെ ഉണ്ടായത്. അത് തന്നെയാണല്ലോ നമ്മൾ അയ്യപ്പന്റെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടത്. അയ്യപ്പന്റെ പാട്ട് തെരഞ്ഞെടുപ്പിന് ശേഷമല്ല ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസം മുമ്പ് പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ പാരടി വേറെ വെച്ചിട്ടുണ്ട്. പൊതുസമൂഹത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ അത് പാട്ട് വെച്ച് കേൾപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ആ പാട്ട് കേട്ടിട്ടുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കില്ലാത്തൊരു വികാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാൻ കാരണം എങ്ങനെ വന്നു അല്ലേ? അവരുടെ ആരോപണത്തിന്റെ അല്ലെങ്കിൽ ആ വികാരത്തിന്റെ അടിസ്ഥാനം സത്യസന്ധമാണെങ്കിൽ ആ പാട്ട് ഉണ്ടായ സമയത്തിന് എന്ത് ചെയ്യണം? അതെ അതെ, ശരി. ഓക്കെ, താങ്ക് യു. താങ്ക്സ്.